ഞാൻ ഇതുവരെ നമ്മൾ തമ്മിൽ ഇരുന്നിട്ടില്ല. ഇല്ല ഇല്ല, ഒരുപാട് സന്തോഷം. എനിക്ക് ഒത്തിരി സന്തോഷം. താങ്ക് യു. എന്തായാലും ഒരു ഡാൻസ് പ്രോഗ്രാമായിട്ടാണ് വീണ്ടും എത്തിയിരിക്കുന്നത് അതെ അല്ലേ? അതെ അതെ ഒരു വലിയ പ്രൊജക്റ്റ് ഡിസംബർ 29 അതെ. കൊച്ചിയെ പിടിച്ചു കുലുക്കാൻ പോവുകയാണ്. അങ്ങനെ നടക്കട്ടെ. മൃദംഗനാദം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഇവൻ്റാണ്. മൃദംഗ വിഷൻ എന്ന് പറയുന്നത് ഒരു പ്രീമിയം ആർട്ട് മാഗസിനാണ്. അവരുടെ ലോഞ്ചിനോട് അനുബന്ധിച്ച് അവരുടെ ഒരു വിഷനാണിത്. 12,000 നർത്തകരൊന്നിച്ച് അണിനിരക്കുന്ന ഒരു ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റാണ്. അപ്പോൾ 12,000 നർത്തകർ ഒരേ സമയം ഒരു 8.5 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഗാനത്തിന് നൃത്തച്ചുവടുകൾ വയ്ക്കുന്നു. 8.5 മിനിറ്റാണ് അതിൻ്റെ 8.5 മിനിറ്റാണ്. അതെ, ആ ഗാനം എഴുതിയിരിക്കുന്നത് നമ്മുടെ കൈതപ്രം തിരുമേനിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ദീപാങ്കുരൻ സാറാണ് അതിൻ്റെ സംഗീതം. അനൂപ് ജിയാണ് അത് പാടിയിരിക്കുന്നത്, അനൂപ് ശങ്കർ. ഒരേ സമയത്താണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ നിർണ്ണയിക്കുന്നത് അല്ലേ? അതെ. ഇവരുടെ വേഷവിധാനമൊക്കെ എങ്ങനെയാണ്? ഇവരുടെ വേഷവിധാനം അത് കസ്റ്റമൈസ് ചെയ്ത് കല്യാൺ സിൽക്സ് ആണ് അത് നമുക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. മൃദംഗനാഥത്തിൻ്റെ ആ ഒരു ലോഗോ ഡിസൈനുള്ള ബ്ലൗസും പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഒരു സാരി, ഒരു നല്ലൊരു നേവി ബ്ലൂ ആൻഡ് ഒരു ബ്രൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ഒരു സാരിയാണ്. അപ്പോൾ നമ്മളൊരു പ്രാക്ടീസ് സാരി ലുക്കിലാണ് സ്റ്റുഡൻസ് എല്ലാവരും എത്തുന്നത്. കാരണം സിങ്ക്രണൈസ് ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പത്തിനും പിന്നെ എല്ലാവരും ഒരേപോലെ ഡ്രസ്സ് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാവർക്കും മൃദംഗ വിഷൻ വഴി നമ്മൾ സാരികൾ എത്തിച്ചു കൊടുക്കുകയാണ് രജിസ്റ്റർ ചെയ്തേക്കണം എല്ലാവർക്കും. ഇതൊരു ചലഞ്ചായിരിക്കില്ലേ ഇത്രയും ആളുകൾ ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ? ഗിന്നസ് ബുക്കിലേക്കുള്ള ഒരു സെലക്ഷനിലേക്ക് വരുമ്പോൾ അത് വലിയൊരു ചലഞ്ചായിരിക്കില്ല? അത് ചലഞ്ചാണ്. അതെ അതെ, തീർച്ചയായിട്ടും ചലഞ്ചിനെക്കാട്ടിലും നമ്മൾ അതൊരു ട്രിബ്യൂട്ടായിട്ടാണ് നമ്മളിപ്പോൾ അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മളത് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ആ വാക്ക് വീണ്ടും വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ, നമ്മൾ ശ്രമിച്ചാൽ എന്തും നടക്കും. സോ നമ്മുടെ ശ്രമമാണിത്. അതിന്റെ ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറയുന്നത് 29-ാം തീയതിയാണ്. നമുക്കറിയാം. ഇവരെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് ഗുരുക്കന്മാർ വഴിയുള്ള രജിസ്ട്രേഷനാണ്. സോ ഡാൻസ് പഠിപ്പിക്കുന്ന അധ്യാപകർ ഒരു 25ഓളം സ്റ്റുഡൻസ് അവരുടെ കീഴിലുള്ളവർ താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ അവർ ഈ മാഗസിനെ വെബ്സൈറ്റ് വഴി കോൺടാക്റ്റ് ചെയ്യുകയും അവരതിലൊരു രജിസ്റ്റേർഡ് ടീച്ചർ ആവുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് ശേഷം 25 എന്നുള്ളത് അവർക്ക് അതിൻ്റെ കീഴിൽ അവർ ഏറ്റെടുക്കുന്ന എത്ര സ്റ്റുഡൻസിനെയാണോ അവരെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നത്. ഈ ഗുരുക്കന്മാർ വഴി മാത്രമാണ് രജിസ്ട്രേഷൻ പറ്റുള്ളൂ. അതായത് നമുക്കിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടിപ്പോൾ ഞാൻ ഇൻഡിവിജ്വലി എനിക്ക് വന്നിട്ട് വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ പരമ്പര ഗുരുവിൽ നിന്നും പഠിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പുതുതായിട്ട് വന്നതാണ് ഈ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ, നല്ലതാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്തുകൊണ്ട് ഗുരുക്കന്മാർ വഴി തന്നെ. അപ്പോൾ ഈ ഗുരുവിൻ്റെ കീഴിൽ നിന്ന് ഇപ്പോൾ വീഡിയോ നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഈ ഗുരുവാണ് മോണിറ്റർ ചെയ്യുന്നത്. അവരുടെ അടുത്ത് പോയിട്ട് പ്രാക്ടീസും കാര്യങ്ങളും അങ്ങനെ നമുക്കൊരു ക്ലോസ് ടു 500-600 ടീച്ചേഴ്സ് ഇങ്ങനെ ഓരോ ഈ 12,000 പേരെ മോണിറ്റർ ചെയ്യാനും പഠിപ്പിക്കാനും അഭ്യസിക്കാനും. സോ പല ഏരിയാസ് ഓഫ് ദ വേൾഡിൽ നിന്ന് ടീച്ചേഴ്സ് ആർ ട്യൂട്ടറിങ് കുട്ടികൾ. അതിൻ്റെ സെലക്ഷൻ ഒരു പ്രതിസന്ധി വരില്ല? ഇപ്പം എനിക്കൊരു 5 സ്റ്റുഡൻ്റ് ഉണ്ട്, എൻ്റെ ഒരു 5 സ്റ്റുഡൻറ്റ്, എനിക്ക് 5 സ്റ്റുഡൻറ്റും എൻ്റെ മക്കളാണ്. ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യും ഒരാളെ? ഇല്ല, അവരായിട്ട് സ്റ്റുഡൻസ് ആയിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കണം. അതാണ് സ്റ്റുഡൻസ് ആയിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കണം. ടീച്ചേഴ്സ് സെലക്ട് ചെയ്ത് വിടുന്നതല്ല. ഇതിപ്പോൾ ടീച്ചേഴ്സ് എൻ്റെ ഇത്ര സ്റ്റുഡൻസിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് വിടുന്നതല്ല. അവരുടെ ഫാമിലീസിനും താല്പര്യം ഉണ്ടാവണം. പിന്നെ നമ്മൾ 7 വയസ്സെന്നുള്ളൊരു ഇത് വെച്ചിട്ടുണ്ട്, ഏജ് 7 തൊട്ട് എനി ഏജ്, അങ്ങനെ ഏജും വെച്ചിട്ടുണ്ട് 7 വയസ്സ് തൊട്ടിട്ട്. പക്ഷെ എന്തായാലും നല്ലൊരു പ്രോഗ്രാം ആകണം അത് അല്ലേ? എനിക്ക് തോന്നുന്നു ദിവ്യാണി ഇതിനു മുമ്പും വന്നിട്ട് പോയത് ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് 1 വർഷം മുമ്പ് വന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആക്ച്വലി വർഷത്തിൽ 3-4 തവണ വരാറുണ്ട് നൃത്ത പരിപാടികൾക്കായിട്ട്. കഴിഞ്ഞ തവണ ഞാൻ ഇതിന് മുമ്പ് വന്നത് ശിവരാത്രിക്ക് ഒരു പ്രോഗ്രാമിനാണ്, മാർച്ചിലാണ് വന്നത്. അതിന് മുൻപ് വന്നത് പൂർണ്ണത്രേശൻ്റെ തൃപ്പൂണിത്തുറ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ പ്രോഗ്രാമിനാണ് വന്നത്. നൃത്തത്തിലാണ്. എത്ര സ്റ്റുഡൻ്റ് ഉണ്ട് ഇപ്പോൾ? കണക്കെടുക്കാന്ന് പറഞ്ഞേ? കണക്കെടുക്കാറില്ല ഞാൻ. അല്ല, എവിടെ പോയാലും സംതൃപ്തിയാണല്ലോ. നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ എല്ലാ മേഖലയിലും അല്ലേ? അവരുടെ വളർച്ച കാണുമ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു അഭിമാനവും സന്തോഷവും അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ജീവിതത്തിൽ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമാണ്. അത് ഒരു പക്ഷേ
ഒരു ടീച്ചറിന്റെ മകളായിട്ട് അല്ലേ ജീവിതം മുഴുവൻ. എൻ്റെ അമ്മയും അധ്യാപികയായിരുന്നു, സംസ്കൃത അധ്യാപികയായിരുന്നു. അതിൻ്റെ ഒരു ബാക്കിംഗ് ആണ്. പിന്നെ അവിടെ ചെന്നിട്ടും ഇപ്പോൾ 20ാമത്തെ വർഷമായിരുന്നു കഴിഞ്ഞ വർഷം എൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ. ആരംഭിച്ചിട്ട് 20ാമത്തെ വാർഷികമായിരുന്നു കഴിഞ്ഞ വർഷം. ഇതിപ്പോൾ 21ാമത്തെ വർഷമാണ്. അപ്പോൾ അതിനൊരു പറഞ്ഞ പോലെ തന്നെ പഠിപ്പിക്കുന്നതും അവരുടെ വളർച്ച കാണുന്നതും അവർ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത് കണ്ടിന്യൂ ചെയ്യുന്നത് കാണുമ്പോഴുള്ളൊരു സംതൃപ്തി അത് വേറെ തന്നെയാണ്. ഒരു ടീച്ചർ എന്ന നിലയിലാണ് ഏറ്റവും തൃപ്തിയുള്ളത്, ഒരു നടി എന്ന നിലയിലാണോ? അങ്ങനെ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിപ്പോൾ അച്ഛനാണോ അമ്മയാണോ ഇഷ്ടം ഒക്കെ ചോദിക്കാൻ ആ ഒരു ക്ലീശ പോലെ ആയിരിക്കും. കാരണം അങ്ങനെയില്ല. നൃത്തത്തിൽ നിന്നും അറ്റൻഷൻ കിട്ടിയിട്ടാണ് അഭിനയ രംഗത്തേക്ക് വന്നത്, അതായത് യുവജനോത്സവ വേദികളിൽ നിന്നുമൊക്കെ. അപ്പോൾ അവിടെ നിന്നും സിനിമയിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അമ്പലം പ്രോഗ്രാംസും അവാർഡ് പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് ഡാൻസിൽ സജീവമായിരുന്നു. പിന്നീട് അവിടെ എത്തിയപ്പോഴും ഡാൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിനിമയിലേക്ക് വരുന്നത്. കല്യാണ സുഗന്ധി എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇടം പിടിച്ച ആള്. പിന്നീട് ലാലേട്ടൻ്റെ ഒപ്പം മമ്മൂക്കയുടെ ഒപ്പമൊക്കെ അഭിനയിച്ച് മലയാളികൾ എന്നും ഇഷ്ടപ്പെട്ട നടി പെട്ടെന്ന് സുപ്രഭാതത്തിൽ സിനിമകളിൽ നിന്നും അകന്നു പോയപ്പോൾ, മാറി നിന്നപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ പെട്ടെന്നൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഞാൻ അതിന് ശേഷവും എന്നോട് ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട് പെട്ടെന്ന്. പക്ഷെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തിരുന്നു. അത് ഡോക്യുമെന്റഡ് അല്ല. ഇന്നിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സമയത്തായതുകൊണ്ട് ഡോക്യുമെൻറ്റിങ് എളുപ്പമാണ്. അതിന് ശേഷവും ഞാൻ ഏഷ്യാനെറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് അവതാരികയുടെ ഇതിൽ ചെയ്തിരുന്നു. അവിടെ എത്തിയതിന് ശേഷവും അമേരിക്കൻ ജാലകം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഏകദേശം ഒരു 200-250 എപ്പിസോഡ്സോളം അവിടെ നിന്ന് ഞാൻ ചെയ്തിരുന്നു. കൂടാതെ ഇവിടെ 1-2 സീരിയൽസും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്യാമിയോ റോൾസ് അങ്ങനെയൊക്കെ പറ്റുന്ന രീതിയിൽ ചെയ്തിരുന്നു. സോ എപ്പോഴും എന്നോട് ആളുകൾ ചോദിക്കും അഭിനയത്തിൽ നിന്നും ഇങ്ങനെ അങ്ങനെ വലിയ വിടവാങ്ങലോ മാറി നിൽക്കലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ കർമ്മരംഗമില്ലേ, നമുക്കിപ്പോൾ ബിഗ് സ്ക്രീൻ സ്മോൾ സ്ക്രീൻ, നമ്മൾ ചെയ്യുന്നത് ആസ് എൻ ആർട്ടിസ്റ്റ് വാട്ട് വി ഡു റിമെയിൻസ് ദ സെയിം അല്ലേ. സോ എനിക്ക് അങ്ങനെ ഒരു വലിയ വ്യത്യാസം തോന്നി. പക്ഷേ ഇതൊരു സ്ഥിരം ഞാൻ ഫേസ് ചെയ്യേണ്ട ചോദ്യമാണ്. ഇതിന് മറുപടി കൊടുത്ത് മടുത്തെന്ന് പറയാം. അവിടെയുള്ള ഒരു പോയിന്റ് ഇതാണ് ദിവ്യാണി ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ. എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ചിരി വരുന്ന മറവത്തൂർ കനവിലെ ആ ശ്രീനിച്ചേട്ടനുമായിട്ട് ആ വെള്ളം അടിച്ചതിനെ കുറിച്ച് സീരിയലുണ്ട്. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓട്ടണം, ഒഴി പിടിക്കാനുള്ള ഒരു ഓട്ടമുണ്ട്. അത് രാവിലെ എനിക്ക് തോന്നുന്നു ലാൽ ജോസിന്റെ ഒരു ഇന്റർവ്യൂ പറഞ്ഞതുപോലെ രാവിലെ ദിവ്യ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മുമ്പ് ഓടാൻ പറയും. അപ്പോൾ ഒരു വ്യായാമവും ആവും, നമുക്ക് സീനും എടുക്കാന്ന് ഞാനൊരു ഇന്റർവ്യൂ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു.